അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ്സ് വിത്ത് ഷാന. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് നമ്മുടെ വീട്ടിലെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു മനോഹരമായ പൂച്ചെടിയെ കുറിച്ചുള്ളതാണ്. മല്ലികപ്പൂവിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. മല്ലികയുടെ മണം എത്ര മനോഹരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ പലർക്കും ചെടി വളരുന്നുണ്ടെങ്കിലും പൂവിടാറില്ല. അതിനാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. മല്ലികാപ്പൂക്കളെ നാം ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികളല്ലേ. ചെണ്ടുമല്ലി, ബന്തി എന്നീ നിരവധി പേരുകളാണ് ഈ മനോഹരമായ പൂവിനുള്ളത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബന്ദിപ്പൂക്കൾ അഥവാ മല്ലികപ്പൂക്കൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള മല്ലികപ്പൂക്കളുടെ കളക്ഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റികളും അതുപോലെ തന്നെ നാടൻ വെറൈറ്റികളും ഉണ്ട്. കണ്ടോ, ഇല കാണാത്ത വിധം പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ഓറഞ്ച് നിറത്തിലും അതുപോലെ തന്നെ യെല്ലോയിഷ് കളറിലും കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ് അല്ലേ. നമുക്ക് ഓണത്തിനും മറ്റും ഒരുപാട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. ഇന്നലെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ചില പൂക്കളെല്ലാം ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുന്നത്. മല്ലിക ചെടിക്ക് വെള്ളം വറ്റിയാലും വളരുന്ന നല്ല ഡ്രെയിനേജുള്ള മണ്ണ് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. മണ്ണ് തയ്യാറാക്കുമ്പോൾ നല്ല ഡ്രെയിനേജോട് കൂടിയുള്ള മണ്ണ് വേണം. ചുവന്ന മണ്ണ്, അതുപോലെ തന്നെ ചുവന്ന മണ്ണ് പ്ലസ് കമ്പോസ്റ്റ് പ്ലസ് മണൽ, ഈ മിശ്രിതം ഉപയോഗിച്ചാൽ മല്ലിക ചെടിക്ക് നല്ല രീതിയിലുള്ള വളർച്ച ലഭിക്കും കേട്ടോ. അതായത് ചുവന്ന മണ്ണിൽ കുറച്ച് കമ്പോസ്റ്റ് വളവും മണലും മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതത്തിലാണ് നമ്മൾ ചട്ടിയിൽ അല്ലെങ്കിൽ ചെടി ചട്ടിയിൽ നടുമ്പോൾ ഇങ്ങനെയുള്ളൊരു മിശ്രിതം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവാണ് മല്ലികപ്പൂക്കളത്ത് നോക്കുകയാണെങ്കിൽ ചൂടക്കാലത്താണെങ്കിൽ ദിവസേനവും വെള്ളം നനയ്ക്കണം. മഴക്കാലത്താണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി. എപ്പോഴും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. മണ്ണ് അല്പം ഈർപ്പം നിലനിർത്തുന്നത് മതി. ആ രീതിയിലുള്ള വെള്ളം മാത്രമേ നമ്മൾ മല്ലികപ്പൂക്കൾക്ക് കൊടുക്കാവൂ കേട്ടോ. ഇത് കണ്ടോ, നല്ല നാടൻ വെറൈറ്റി മല്ലികയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു മഞ്ഞയുമല്ല, ഒരു ലൈറ്റ് കളർ ഒരു മഞ്ഞയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണല്ലേ. നാടൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല സ്മെല്ലാണ്. നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി അപേക്ഷിച്ച് നാടൻ പൂക്കൾക്ക് നല്ല മണം ഉണ്ടാവും. അതുപോലെ തന്നെ ധാരാളം പൂക്കളുണ്ടാകും. ഹൈബ്രിഡ് വെറൈറ്റി നമ്മൾ നടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. എന്നാൽ നാടൻ വെറൈറ്റി നമുക്ക് ഏത് സമയത്തും പൂക്കൾ തരും എന്ന കാലമൊന്നുമില്ല. അപ്പോൾ നാടൻ വെറൈറ്റിയുടെ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും മല്ലിക പൂക്കളെ ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാന്റ്സ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്പറും ഈ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കാം. അതുപോലത്തെ അല്ലെങ്കിൽ കമൻറ്റിൽ പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് മല്ലികപ്പൂവിൻ്റെ വളപ്രയോഗമാണ് പറയുന്നത്. മല്ലികപ്പൂവിന് എപ്പോഴും നല്ല ജൈവവളമാണ് ഏറ്റവും ഉത്തമം. നമ്മൾ മാസത്തിൽ ഒരിക്കൽ കമ്പോസ്റ്റ് അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റൊക്കെ കമ്പോസ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, വേറൊരു ലൈറ്റ് കളർ ഒരു ഷെയ്ഡിലുള്ള ഇത് നാടൻ വെറൈറ്റിയാണ്. നല്ല മഞ്ഞ കളറില്ല. നേരത്തേന് വിപരീതമായി ഒരു ടച്ച് കുറഞ്ഞ ടച്ചിൽ വരുന്ന ഒരു യെല്ലോ കളറാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ തോട് പൊടിച്ചിട്ടും ചായപ്പൊടി ഉണക്കിയൊക്കെ ചേർത്താൽ ഇതൊരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടുന്ന മുട്ടയുടെ തോല് അത് പൊടിച്ചിട്ടും ചായപ്പൊടി ഉണക്കിയൊക്കെ ചേർത്താൽ നല്ല രീതിയിലുള്ള പൂക്കളുണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ പൂക്കാലത്തിന് മുമ്പായി ഒരു സ്പൂൺ ബൊണാമിൽ ചേർത്താലും പുഷ്പങ്ങൾ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ മല്ലികപ്പൂക്കൾ നടുമ്പോഴുള്ള ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ്. ഇതാരും ചെയ്ത് കൊടുക്കാറില്ല. നമ്മൾ മല്ലികപ്പൂക്കളിൽ പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ വാടിയ കമ്പുകളെല്ലാം മുറിച്ച് കളയണം കേട്ടോ. അതുപോലെ തന്നെ പുതിയ കമ്പുകൾ നന്നായിട്ട് വളർന്ന് കൂടുതൽ പൂക്കൾ അപ്പോഴേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കേട് വന്ന പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പോൾ ആദ്യം ഉണ്ടായി വരുന്ന മുട്ടുകൾ ഫസ്റ്റ് ചെടി നട്ട് ആദ്യമായിട്ടുണ്ടാവുന്ന മുട്ടുകളെല്ലാം പറിച്ച് കളയാം കേട്ടോ. അതിൻ്റെ തൂമ്പ ഒടിച്ചിങ്ങനെ കളയാട്ടോ. എന്നെങ്കിൽ പുതിയത് വീണ്ടും ഉണ്ടാവുന്ന പൂക്കൾ ഒരുപാട് പൂക്കളും ഉണ്ടാവും. നമ്മൾ മുട്ടുകൾ പറിക്കാനുള്ള മടി കൊണ്ടയ്യോ പൂക്കൾ പോവില്ല എന്നുള്ള കരുതി പറിക്കാതിരുന്നാൽ ആ ചെടിയുടെ തന്നെ വളർച്ച അവിടെ മുരടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് നടുന്ന ചെടികളിൽ ഫസ്റ്റ് വരുന്ന പൂക്കളും കമ്പുകളും അതിൻ്റെ തലം ഫുള്ള് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബന്ദിപ്പൂന്തോട്ടം തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെറിയ ശ്രദ്ധ മാത്രം നൽകിയാൽ തന്നെ മല്ലികപ്പൂ ചെടി വർഷം മുഴുവനും മനോഹരമായി പൂക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഈ മല്ലികയുടെ ഞാൻ 3 ഹൈബ്രിഡ് വെറൈറ്റി 2 തരവും അതുപോലെ തന്നെ നാടൻ വെറൈറ്റിയിൽ 2 തരവും കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും മല്ലികപ്പൂക്കളെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.
അപ്പോൾ നമ്മൾ DTTC വഴിയാണ് കേട്ടോ പ്ലാന്റ് എല്ലാം കൊറിയർ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.